ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഇമെയിൽ സെൻഡ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ പിന്നെ ഒന്നിലധികം ഇമെയിൽ എങ്ങനെ സെൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്രോം എടുക്കുക, അതിനുശേഷം ഗൂഗിൾ മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കാണുന്ന ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യും. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നമുക്ക് നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലെസ് സെക്യൂർ ആപ്സിന് ആക്സസ് കൊടുക്കേണ്ട ഓപ്ഷൻ, അതായത് അലൗ ലെസ് സെക്യൂർ ആപ്സ് അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ലെസ് സെക്യൂർ ആയിട്ടുള്ള ഓരോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അതുപോലെ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾക്കൊക്കെ നമുക്ക് ആക്സസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നേരത്തെ ഗൂഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളും വന്നതുകൊണ്ട്, അത്തരം സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഗൂഗിൾ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പഴയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് പകരം നമുക്ക് വേറെ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഗൂഗിൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ മൈ അക്കൗണ്ട് എന്നുള്ള നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരിക, അക്കൗണ്ട് മാനേജിൽ വരിക. അതിനുശേഷം ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ സെക്യൂരിറ്റിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അത് ഓൾറെഡി ഇവിടെ ഓഫ് ആയിട്ടാണ് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. നിങ്ങളുടെ ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല കാര്യം. ഇതിപ്പോൾ ഓഫ് ആണെന്നാണ് ജസ്റ്റ് ഓൺ ആക്കുക. അതിന് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് വരും, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫോണിലുള്ള OTP എന്താണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളൊരു പേജിനകത്ത് ടേൺ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യുക. നമ്മുടെ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ നേരത്തെ കണ്ട ആ ഹോം പേജിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ആപ്പ് പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്യുക. ആപ്പ് പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം ആദ്യമേ പാസ്വേഡ് മാനേജർ ആണ്, അതല്ല. അതിനുശേഷം ആ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് ഒന്നുകൂടി നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ജസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അതർ അല്ലെങ്കിൽ കസ്റ്റം നെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ യൂട്യൂബ് എന്നാണ് കൊടുക്കുന്നത്. എന്ത് വേണ്ട ഒരു പേര് കൊടുക്കുക. യൂട്യൂബ് എന്ന് കൊടുത്ത് ജനറേറ്റ് എന്ന് കൊടുക്കുക. ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 16 ഡിജിറ്റ് വരുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഞാനിവിടെ കോപ്പി ചെയ്തു, ഡൺ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗൂഗിളിന്റെ സെറ്റിംഗ്സിൽ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. കോഡിങ്ങിൽ കിടക്കാൻ ഞാനിവിടെ VS കോഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 3 മൊഡ്യൂളാണ് മെയിൻ ആയിട്ട് ഇതിനാവശ്യമായിട്ടുള്ളത്. അതിന് ഒന്നാമത്തെ ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള ഇൻബിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു പാക്കേജ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഫ്രം ഇമെയിൽ ഡോട്ട് മെസ്സേജസ് ഇമ്പോർട്ട് ഇമെയിൽ മെസ്സേജ്. അടുത്തതായിട്ട് വേണ്ടത് SSL ആണ്. അതായത് SSL നമുക്കറിയാം സെക്യൂർ ആയിട്ട് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് അല്ല മറ്റൊരു ഇതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇമെയിൽ ആയിട്ട് ജിമെയിൽ എന്ന സർവീസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും സെക്യൂർ ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് SSL യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നെറ്റ്വർക്കിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യമായിരിക്കും SSL എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് SSL. അടുത്തായിട്ട് വേണ്ടത് SMTP ആണ്. SMTP എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൽ സെൻഡ് ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ പ്രോട്ടോകോൾസും കാര്യങ്ങളുണ്ട്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് ഒരു നെറ്റ്വർക്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പലതരം പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോട്ടോകോൾസ് സെറ്റ് ഓഫ് റൂൾസ്, അതായത് ചില റൂൾസിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് HTTPS എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ആ ഒരു മൊഡ്യൂളും കൂടി അത് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് SMTP. ഓക്കെ, SMTP ലിബ് ആണെന്ന് തോന്നുന്നു. SMTP ലിബ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, SMTP ലിബ് എന്നുള്ള ഇത് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആക്ച്വൽ കോഡിംഗ് കൂടെ ആദ്യം വേണ്ട നമുക്ക് സെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത ഇമെയിൽ ഞാനിവിടെ കൊടുക്കുക. ജസ്റ്റ് ഇമെയിൽ കൊടുക്കുക. പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കുക.
പാസ്വേഡ് ഞാൻ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഇടാണ്, ലാസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ 16 ഡിജിറ്റ് വരുന്ന പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇമെയിൽ റിസീവർ ആർക്കാണ് നമ്മൾ സെൻഡ് ചെയ്യണം നോക്കാം. റിസീവ് മാത്രം കൊടുത്തത്. റിസീവർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻ്റെ വേറെ തന്നെ ഒരു ID കൊടുക്കണം. ഓക്കെ, ഞാൻ അടുത്ത ഇത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ഇമെയിൽ എന്ന മൊഡ്യൂളിനൊരു അതായത് ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുക. ഇമെയിൽ മെസ്സേജ് എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെയാണ്. ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് EM എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ കൊടുത്തു. EM = ഇമെയിൽ മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില വാല്യൂ ആഡ് ചെയ്യുക. അതായത് ഫ്രം അഡ്രസ് നമുക്ക് കൊടുക്കണം. ഫ്രം കൊടുക്കുമ്പോൾ F ക്യാപിറ്റലായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുക്കുക ഇമെയിൽ സെൻഡർ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ടു ആണ്. ആർക്കാണ് ഇമെയിൽ നമ്മൾ സെൻഡ് ചെയ്യണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടു എന്നുള്ളതിൻ്റെ അവിടെ റിസീവർ കൊടുക്കുക. ഇമെയിൽ റിസീവർ എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ട സബ്ജക്റ്റ് ആണ്. ഓരോ ഇമെയിലും അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളാണ്. ഞാൻ സബ്ജക്റ്റ് ജസ്റ്റ് കൊടുക്കുകയാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ഇമെയിൽ സബ്ജക്റ്റ്. ഓക്കെ, ഇമെയിൽ സബ്ജക്റ്റ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ബോഡി സെറ്റ് ചെയ്യണം. ഓക്കെ, ബോഡി സെറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ജസ്റ്റ് കൊടുക്കാം. മുകളിൽ ബോഡി എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുകയാണ്. അത് ഞാനിപ്പോൾ 3 എന്താ ഇൻവെർട്ടർ കോമ കൊടുത്ത് മൾട്ടി ലൈൻ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഹൈ ദർ this is an email. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇത്രയും കൊടുക്കുന്നു. അതായത് ഹായ് ദർ എന്ന് കൊടുക്കുന്നു. അടുത്ത ലൈനിലായിട്ട് ദിസ് ഈസ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ. വളരെ ചെറിയൊരു ഇമെയിലാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബോഡി സെറ്റ് ചെയ്യാണ്. അതിന് EM.set_contents എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ്സ് അല്ല കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനുള്ളിലേക്ക് ഈ ബോഡി എന്ന് പറഞ്ഞ പാരാമീറ്റർ പാസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSL നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSL-ആയിട്ടൊന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. കോൺടെസ്റ്റ് എന്തെങ്കിലും വേരിയബിൾ കൊടുക്കാം. ഞാനിവിടെ കോൺടെക്സ്റ്റ് എന്ന് കൊടുത്തു. കോൺടെസ്റ്റ് എന്ന് പറയുന്നത് SSL.create default കോൺടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു കോൺടെസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ പറഞ്ഞു SMTP എന്ന് പറഞ്ഞ ലിബ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം with smtp lib .smtp_ssl എന്ന് പറഞ്ഞിട്ട് ഇവിടെ SSL എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് SMTP സർവീസ് വെച്ചാണ് സെൻഡ് ചെയ്യാൻ നമ്മൾ ഗൂഗിളിന്റെ ജിമെയിൽ യൂസ് ചെയ്താണ് നമ്മളിവിടെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് smtp.gmail.com എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ സിംഗിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോർട്ട് കൊടുക്കുക. പലതരം പോർട്ടുകളുണ്ട് ഓരോ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണതിന്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 465 ആണ് നമ്മുടെ പോർട്ട്. അത് കൊടുക്കുക. അതിനുശേഷം കോൺടെക്സ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുക. കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്ന ആസ് SMTP ഷോർട്ട് ഫോം ആയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം SMTP എന്ന് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. SMTP-യിലേക്ക് ലോഗിൻ ചെയ്യണം. smtp.login. അതിനുശേഷം സെൻറ്ററും പാസ്വേഡും നമ്മൾ കൊടുക്കും. അതായത് നമ്മുടെ സെൻറ്റർ കൊടുത്തു, പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നു, പാസ്വേഡും കൊടുത്തു, ഇമെയിൽ പാസ്വേഡും കൊടുത്തു. അതിനുശേഷം smtp.sendMail എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഒന്ന് നമ്മുടെ സെൻഡർ, ഇമെയിൽ സെൻഡർ ആരാണ്, അതിനുശേഷം ഇമെയിൽ റിസീവർ, അത് ഈ ഓർഡറിൽ തന്നെ കൊടുക്കണം റിസീവർ. അതിനുശേഷം നമ്മുടെ ബോഡിയാണ് കൊടുക്കുന്നത്. EM.host, അതായത് EM.host എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കണ്ടന്റ് കൊടുത്തു. കണ്ടന്റ് ഞാൻ പറഞ്ഞു ഇവിടെ ഹായ് ദർ ഒരു ലൈനിൽ, അടുത്ത ലൈനിലാണ് ദിസ് ഈസ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞ മെസ്സേജ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യണം. അത് അതേ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, പാസ്വേഡും കാര്യങ്ങളും ഞാൻ ഓൾറെഡി അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ഇമെയിൽ നോക്കുമ്പോൾ അറിയാം ഇമെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഹായ് ദർ എന്ന് ഒരു ലൈനിൽ, അടുത്ത ലൈനിൽ ദിസ് ഈസ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ സെൻറ്ററും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൈത്തൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഉപയോഗവും കാര്യങ്ങളും വരുന്നത്. അതായത് നമുക്കിപ്പോൾ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ജാങ്കോ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇമെയിൽ വെരിഫിക്കേഷൻസ് ഉണ്ടാവും. ചില സമയങ്ങൾ നമുക്ക് ലോഗിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാത്തിനും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളൊരു ഇമെയിൽ ഒക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ടൊരു ഇമെയിൽ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇമെയിൽ വെരിഫൈ ചെയ്യും.
അതുപോലെ തന്നെ പലതരം നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും. അല്ലെങ്കിൽ പിന്നെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്ത ഓർഡറിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇമെയിൽ വഴി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം.